കെയിം പ്രോസ്പെക്ടസ് മാറ്റത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് പ്രോസ്പെക്ടസ് മാറ്റിയത് നീതീകരിക്കാനാകില്ല. ഏത് സമയത്തും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനാകുമെന്ന സർക്കാർ വാദവും കോടതി തള്ളി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, കീമിൽ എങ്ങനെയാണ് സർക്കാരിന് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഈ കീമിന്റെ പ്രോസ്പെക്ടസ് മാറ്റവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായി കോടതിയിൽ ചില വിഷയങ്ങൾ ചലഞ്ച് ചെയ്തത്. പ്രത്യേകിച്ച് നേരത്തെ 1:1:1 ആയിരുന്നു അതിന്റെ പ്രോസ്പെക്ടസിൽ പരാമർശിച്ചിരുന്നത്. പരീക്ഷ അപേക്ഷ വിളിക്കുന്ന സമയത്ത് കണക്കിനും ഫിസിക്സിനും അതോടൊപ്പം തന്നെ കെമിസ്ട്രിക്കും തുല്യമായ അനുപാതത്തിലായിരുന്നു മാർക്ക്. പിന്നീട് അത് 14 വർഷമായി നിലവിലുള്ളതാണ് ആ പ്രോസ്പെക്ടസ്. 2011 അത് വിദഗ്ധ സമിതി വെച്ച ഒരു ശുപാർശ കൂടിയാണ്. അതനുസരിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ 14 വർഷമായി ഈ കീമിന്റെ പ്രോസ്പെക്ടസ് നിലവിലുള്ളത്. പക്ഷെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, പ്രോസ്പെക്ടസിൽ ചില പ്രശ്നങ്ങളുണ്ട്, സോ കോൾഡ് ഇല്ലീഗാലിറ്റി ഉണ്ട് എന്ന് പെട്ടെന്നൊരു നിമിഷം സർക്കാർ സാമർത്ഥ്യത്തോടുകൂടി സർക്കാരിനൊരു വെളിപാടുണ്ടാകുന്നു എന്ന രൂപത്തിലാണ് ഹൈക്കോടതി ഈ വിധിപ്പകർപ്പിൽ ചില വാക്കുകൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്തിമ ഫല പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ആ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തുകയാണ് സർക്കാർ ചെയ്തത്. അതായത് കളി ആരംഭിച്ച ശേഷം നിയമം പകുതി വെച്ച് മാറ്റാനാവില്ല എന്നുകൂടി ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ സർക്കാർ വാദിച്ചത് ഏത് സമയത്തും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താനാകുമെന്ന് ഇതിനകത്തുള്ള ക്ലോസിലുണ്ട് എന്നൊരു കാര്യം സർക്കാർ വാദിച്ചു. പക്ഷെ അപ്പോഴും കോടതി ചോദിക്കുന്നത്, ആ ക്ലോസിൽ അങ്ങനെ ഉണ്ടായിരിക്കെ 1 മണിക്കൂർ മാത്രം മുമ്പ് എങ്ങനെയാണ് ഈ പ്രോസ്പെക്ടസ് മാറ്റാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല എന്നൊരു കാര്യം കൂടി ആ ഉത്തരവിനകത്ത് കോടതി എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എൻട്രൻസ് കമ്മീഷണറുടെ നടപടി ഏകപക്ഷീയമാണ്. 1 മണിക്കൂർ മുമ്പ് മാറ്റിയത് നീതീകരിക്കാനാവില്ല, അതൊരിക്കലും അത് അംഗീകരിക്കാനാവില്ല എന്നൊരു കാര്യം കൂടി കോടതി ഈ ഉത്തരവിനകത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിമർശനമാണ്. കാര്യം ചില താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ സംസ്ഥാന സിലബസിലുള്ള വിദ്യാർത്ഥികളെ മുന്നിൽ കൊണ്ടുവരാൻ കൂടിയുള്ള ഏകപക്ഷീയമായ നടപടിയാണെന്നാണ് കോടതി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. ശരി മുസ്തഫ.